എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ? നമ്മൾ സ്ട്രോബെറി പറിക്കാൻ പോവാണ് കേട്ടോ. ഈ കാണുന്ന ആ ഒരു വലിയ സ്ട്രോബെറി പാടവും അത്ര തന്നെ ആൾക്കാരെയും കണ്ടോ. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോൾ അധികം ആളൊന്നും കാണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തിങ്കൾ ചൊവ്വാന്നൊന്നും ഇല്ല, ഇതുള്ളപ്പോൾ എപ്പോഴും ആൾക്കാർ കാണുമെന്നുള്ളത്. ഈ സ്ട്രോബെറി പറിക്കുക എന്നുള്ളത് ഒരു ഇഷ്ടവിനോദമാണ് കേട്ടോ എല്ലാ ആളുകളുടെയും. ഒരുപാട് ഫ്രൂട്ട്സ് നമുക്കിങ്ങനെ പറിച്ചെടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ സ്ട്രോബെറി പറിക്കാനും നമുക്ക് എളുപ്പമാണ്. പിന്നെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഈ സ്ട്രോബെറി പറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പറിക്കാൻ പോയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടുള്ളത് ഈ ഒരു തോട്ടത്തിലാണ്. എപ്പോൾ നോക്കിയാലും ആൾക്കാർ കാണും. അത് ഏത് ദിവസമാണെങ്കിലും ഏത് സമയമാണെങ്കിലും ഒക്കെ. പിന്നെ വീക്കെൻഡൊക്കെ ആണെങ്കിൽ അതും നല്ല വെയിലൊക്കെയുള്ള വീക്കെൻഡാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈമെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ അവരവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇന്നത്തെ സംഭവം കഴിഞ്ഞിരിക്കുകയാണെന്നുള്ളത്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ അടുത്ത് പഴുത്ത് വരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ ആവുന്നൊരു സാധനമാണല്ലോ. എന്നാൽ തന്നെ ആയാലും ഇങ്ങനെ പറിക്കാൻ വരുമ്പോൾ ഒരു മെയിൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൊട്ടയും നിറയ്ക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ വയറും നിറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു നാര് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറേ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ കുത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നല്ല വെയിലത്താണല്ലോ ഇതിങ്ങനെ പറിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒത്തിരി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ക്ഷീണം കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ലിമിറ്റ് വിട്ടൊന്നും കഴിക്കാനും പറ്റില്ല. അതൊക്കെ ഇവർക്ക് അറിയാൻ തോന്നുന്നു. എന്ത് തന്നെയായാലും ഇങ്ങനെ വന്ന് പറിക്കുമ്പോൾ ഉള്ള എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയൊരു കാര്യം, ഒന്ന് നമ്മൾ വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ കടയിലൊക്കെ മേടിക്കുന്നതിനേക്കാളും കുറവായിരിക്കും പൈസ. പിന്നെ ഉള്ളത് നമുക്ക് നല്ല ഫ്രഷായിട്ട് നോക്കി ഇതുപോലെ നല്ല ഫ്രഷായിട്ട് പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടുതലിരിക്കും. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനം ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ചീത്തയാവാൻ തുടങ്ങും. ഇത് കുറച്ച് ദിവസം കൂടുതലിരിക്കുകയും ചെയ്യും. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ പറിച്ച് പെറുക്കി വന്നപ്പോൾ ഉണ്ടല്ലോ 8 കിലോ സാധനം ഉണ്ടായിരുന്നു. കണ്ടാൽ പറയോ ഇത് 8 കിലോ ഉണ്ടെന്ന്? വെയിറ്റ് ഉണ്ടല്ലോ, വെള്ളമല്ലേ വെള്ളം. എന്തിനായാലും ഈ ചേട്ടൻ നമ്മളിത് വന്നപ്പോൾ ഇതിൻ്റെ വെയിറ്റൊക്കെ തൂക്കിയതാണ് കേട്ടോ, ഈ പാത്രങ്ങളുടെയൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഉള്ളതെല്ലാം കൂടെ തൂക്കിയിട്ട് ആ വെയിറ്റൊക്കെ കുറച്ച് നമുക്ക് പൈസയൊക്കെ സെറ്റാക്കി തരും. പിന്നെ ചിലപ്പോൾ ചേട്ടന്മാർ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് തരുമെന്നേ. ചിലപ്പോൾ അവർ കുറച്ച് പൈസ വീണ്ടും കുറച്ചൊക്കെ തരും നമുക്ക്. എന്തായാലും സംഭവം ഞാൻ നോക്കിയിട്ട് ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് സ്ട്രോബെറി ഐറ്റംസ് ആയിരിക്കും വീട് നിറച്ച്. നമ്മളെന്തായാലും ജാമൊന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി പരിപാടികളും ജ്യൂസും ഷേക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി സ്ട്രോബെറിയുടെ കാലം അങ്ങോട്ട് ആഘോഷിക്കാനേ. നല്ല ചൂടാണെന്നാണ് പറയുന്നത് ഈ വരുന്ന ആഴ്ചകളിലൊക്കെ. പിന്നെ അപ്പോൾ സ്ട്രോബെറി ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കൂടാം. എന്നായാലും നല്ല രസമുള്ളൊരു പരിപാടി കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ സ്ട്രോബെറി പറിക്കൽ പരിപാടികൾ അവസാനിച്ചിരിച്ചു. ഓക്കെ, ബൈ.